ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധരാധേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഏകാദശി നോമ്പിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വന്നത്. ഏകാദശി നോമ്പിനെ കുറിച്ച് ഇതിന് മുൻപേയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ദിവസമായി വീഡിയോ എന്നത് എൻ്റെ കൃഷ്ണതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റിലൊക്കെ അറിയിക്കണം. ഞാൻ വൃന്ദാവനത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണും എന്ന് തോന്നുന്നുണ്ട്. ഇത്തവണത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ജനുവരി 10 വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഗുരുവായൂർ ഏകാദശി വ്രതം എടുത്തവർ എന്തായാലും സ്വർഗവാതിൽ ഏകാദശിയും കൂടെ എടുക്കണം. വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏകാദശി. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി. അതായത് ഭഗവാൻ നാരായണൻ്റെ വൈകുണ്ഠ ഏകാദശിയാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി. ഒരു ഏകാദശി വ്രതവും എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ സ്വർഗവാതിൽ ഏകാദശി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ 9 വ്യാഴാഴ്ച, അതായത് ദശമിയുടെ അന്ന് നമ്മൾക്ക് വ്രത ആരംഭങ്ങൾ തുടങ്ങാം. 3 ദിവസമാണല്ലോ ഏകാദശി. ദശമി, ഏകാദശി, ദ്വാദശി. അപ്പോൾ ഈ ദശമി ദിവസം നമ്മൾക്ക് വ്രതം തുടങ്ങാം. വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പോയി അല്ലെങ്കിൽ കൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയി ഒക്കെ വ്രത ആരംഭം നമ്മൾക്ക് തുടങ്ങാം. ഉച്ചയ്ക്ക് ഒരു നേരത്തെ അരി ആഹാരം മാത്രമേ കഴിക്കാവൂ. കാലത്തും വൈകുന്നേരം എന്തെങ്കിലും പഴങ്ങളോ ഒക്കെ കഴിക്കാം. പിന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ചെറിയ തോതിലുള്ള ആഹാരങ്ങൾ കഴിക്കാം. വയറ് നിറച്ച് ആരും ആഹാരം കഴിച്ച് കളയരുത്, കാരണം വ്രതമാണ്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ബ്രഹ്മമുഹൂർത്തത്തിലേക്ക് എണീറ്റ് വീട്ടിലൊരു ചെറിയ വിളക്ക് കത്തിച്ച് വെച്ച് നാമം ജപിച്ച് ശേഷം അമ്പലത്തിൽ പോയി നമുക്ക് ഭഗവാനോട് അനുവാദമൊക്കെ ചോദിക്കും. ഭഗവാനെ, ഞാൻ ഏകാദശി വൈകുണ്ഠ ഏകാദശി എടുക്കുകയാണ്, അതിന് ഭഗവാൻ അനുവാദം തരണം എന്ന് ഭഗവാനോട് നമ്മൾക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ഏകാദശി വ്രതത്തിലോട്ട് കിടക്കാം. ഏകാദശി വ്രതം തന്നെ ഏകാദശി ദേവിയുമായിട്ട് സംബന്ധിച്ചതാണ്. ആ ഒരു കഥയുണ്ടല്ലോ. അതായത് മുരൻ എന്ന അസുരനെ, ദേവലോകം കൈയടക്കാൻ വന്ന അസുരന്മാരിൽ മുരാസുരനെ ദേവേന്ദ്രന്മാർ സഹികെട്ട് വന്ന് ശിവനോട് പറയും. ഭഗവാൻ വിഷ്ണുവോട് പറയാൻ പറയും. അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ വിഷ്ണുവിൽ നിന്ന് ഉയർന്നു വരുന്ന ഏകാദശി ദേവി ഈ മുരൻ എന്ന അസുരനെ കൊല്ലും. അപ്പം ആ കൊല്ലുമ്പോഴത്തേക്ക് ദേവേന്ദ്രന്മാർക്ക് അവരുടെ ദേവലോകം തിരിച്ചു കിട്ടും. അപ്പോൾ ദേവേന്ദ്രന്മാരടുത്ത് ഇപ്പോൾ അവർ ചോദിക്കും, ദേവിക്ക് എന്താണ് നമ്മൾ തരേണ്ടത്? അത് പറയും. ദേവി പറയും, എനിക്ക് ഒന്നും വേണ്ട, എല്ലാവരും ചേർന്ന് ഏകാദശി എന്ന എൻ്റെ പേരിലുള്ള ഒരു വ്രതം നോമ്പ് നോറ്റാൽ മതി എന്ന് പറയും. അങ്ങനെ വർഷത്തിൽ 24 ഏകാദശി ഉണ്ട്. പക്ഷെ 12 ഏകാദശി പിടിക്കുന്നതിനുണ്ട്. പ്രാധാന്യമുള്ള ഏകാദശികൾ ഗുരുവായൂർ ഏകാദശി, ഭൗമ ഏകാദശി, പുത്രത ഏകാദശി, രാമ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, അങ്ങനെ പ്രാധാന്യമുള്ള ഏകാദശികളൊക്കെ എടുക്കുന്നവരുണ്ട്. പിന്നെ മിക്കവരും 24 ഏകാദശി എടുക്കും, 12 ഏകാദശി എടുക്കും. അങ്ങനെ ഏകാദശി ദേവിയുടെ നാമകരണത്താലാണ്, ആ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത്. അതായത് വൈകുണ്ഠ, അതായത് ഭഗവാൻ നാരായണനാൽ ബന്ധപ്പെട്ടതാണ് ഏകാദശി ദേവി. അപ്പോൾ ഏകാദശി ദേവി ഭഗവാൻ നാരായണന് വേണ്ടിയും ഏകാദശി ദേവിക്ക് വേണ്ടിയാണ് നമ്മൾ ആ വ്രതം എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു കഴിഞ്ഞു, വൈകുണ്ഠ ഏകാദശിയാണ് ഏറ്റവും പ്രധാനം. അതുപോലെ രാവിലെ നമ്മൾക്ക് അമ്പലത്തിലൊക്കെ പോയി ഒരു ഭാഗ്യസൂതാർച്ചനയും തൃക്കൈ വെണ്ണയൊക്കെ നടത്താം ഏകാദശി ദിവസം. എന്നിട്ട് വീട്ടിൽ വന്നിരുന്ന് നമ്മൾക്ക് ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപവാസം അനുഷ്ഠിക്കാത്ത അമ്മമാർക്കുണ്ടെങ്കിലും പിന്നെ ഷുഗർ അങ്ങനെ അസുഖമുള്ളവർക്ക് ചില പഴങ്ങളൊക്കെ കഴിച്ച്, ഇപ്പോൾ ചായ കുടിക്കുന്നവർക്കാണെങ്കിൽ ചായയൊക്കെ ലഘുവായിട്ട് ചായയൊക്കെ കഴിക്കാം. കാലത്ത് ഒക്കെ ചായയൊക്കെ കഴിക്കാം. പിന്നെ ഉള്ളി, വെളുത്തുള്ളി ഒക്കെ കഴിവതും ഒഴിവാക്കണം. അങ്ങനെയുള്ളത് വ്രതങ്ങൾക്ക് അത് ഒരു നോൺ വെജാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊന്നും കഴിവതും ഒഴിവാക്കണം. പിന്നെ ഉപവാസം എടുക്കുന്നതാണ് നമ്മൾക്ക് കുറച്ച് ഏജുള്ളവർക്കൊക്കെ ഉപവാസം എടുത്താൽ അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പിന്നെ തുളസി ഇല ഒന്നും എന്നുള്ളത് തലേ ദിവസമേ ശേഖരിച്ചു വയ്ക്കുക. തുളസി ദേവി വ്രതത്തിലാണ്. ഭഗവാന്റെ പാദങ്ങൾ വീഴുന്ന ഒരു തുളസി പൂവാണ്. ആ തുളസി ദേവിയെ നമ്മൾ ഉപദ്രവിക്കരുത്.
ഉപവാസം എടുക്കുക. പിന്നെ ആ ദിവസങ്ങളിൽ നാരായണീയമോ വിഷ്ണു സഹസ്രനാമോ ഭഗവത്ഗീതയോ ഭാഗവതമോ എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ സംബന്ധിച്ച് എല്ലാ നാമ ബുക്കുകളും നമ്മൾക്ക് വായിച്ചിരിക്കാം. ഉറങ്ങാതെ ഉച്ചയ്ക്ക് ഉറങ്ങരുതായാലും, ഉച്ചയ്ക്ക് ഒരു വ്രതത്തിലും ആരും ഉറങ്ങരുത്. ഉറങ്ങിക്കഴിഞ്ഞാൽ വ്രതം മുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏകാദശി നോമ്പ് ഏറ്റവും പ്രാധാന്യമാണ്. പ്രദോഷവും ഏകാദശിയാണ് ഏറ്റവും പ്രാധാന്യം. എന്നാലും ഏകാദശിയെക്കാട്ടി വരുന്ന വ്രതം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് കഴിവതും വൈകുണ്ഠ ഏകാദശി എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. പിന്നെ വൈകുന്നേരം നമ്മൾക്ക് ദീപാരാധനയൊക്കെ പോയി കണ്ടതിന് ശേഷം നമുക്ക് അവിടെ നിന്നൊരു പഴമൊക്കെ മേടിച്ച് വെച്ച് നേദിച്ച് ഒക്കെ തരണമെങ്കിൽ ഈ ആഹാരം കഴിക്കാതെയൊക്കെ നിന്ന് അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് തളർച്ചയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പഴങ്ങളൊക്കെ നമ്മൾ കഴിക്കാം. പിന്നെ വെള്ളമൊക്കെ കുടിക്കാം. വെള്ളം കുടിക്കുന്ന മുടക്കരുത്. ഇപ്പോഴത്തെ ഓരോ അസുഖങ്ങളാണ്. അതുകൊണ്ട് അതും കഴിവതും നമ്മൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ ഏകാദശി നോമ്പ് 10-ാം തീയതി എല്ലാ ഏകാദശി നോമ്പ് എല്ലാവരും സ്വർഗവാതിൽ ഏകാദശി എല്ലാവരും എടുക്കാൻ ശ്രമിക്കുക. അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വാതിലിൽ കൂടെ നമ്മൾ അമ്പലത്തിൽ പ്രവേശിച്ച് തിരിച്ചിറങ്ങുമ്പോൾ വേറൊരു വാതിലിൽ കൂടെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുക. അതൊരു ഐതിഹ്യം പറയുന്നത് വെച്ചാൽ നമ്മൾ സ്വർഗ്ഗലോകത്ത് ഒരു വാതിൽ കൂടെ പ്രവേശിച്ച് മറ്റു വാതിൽ കൂടെ പുറത്ത് ഇറങ്ങി എന്നൊരു ഐതിഹ്യവും പറയുന്നുണ്ട്. അങ്ങനെ സ്വർഗ്ഗവാതിൽ ഏകാദശി അങ്ങനെ ഒരു പ്രാധാന്യം കൂടെ ഉണ്ട്. ഒരു ഏകാദശി എന്ന് വെച്ചാൽ മോക്ഷത്തിനാണ്. കാരണം നമ്മൾ ഭഗവാന്റെ അടുത്ത് നമ്മൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഏകാദശി നോമ്പ്. എല്ലാ പാപങ്ങളും നമ്മൾ ഭൂമിയിലുള്ള എല്ലാ പാപങ്ങളും തീർത്ത് ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ നമ്മൾ ചെന്ന് വീഴാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഏകാദശി നോമ്പ് എടുക്കുന്നതും. അപ്പോൾ ഭഗവാനെ ഒരു പ്രാവശ്യം നാരായണൻ എന്ന് വിളിച്ചാൽ അജാമളനെ രക്ഷിച്ചില്ലേ, അതുപോലെ ക്രൂരമ്മയ്ക്ക് കൂട്ടായിട്ട് വന്ന് ഭഗവാനെ വിളിച്ചപ്പോഴും പൂന്താനത്തിന് വന്ന് ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോയി. അതെല്ലാം ഭഗവാനാണ്. അപ്പോൾ ഭഗവാനും ഏകാദശി ദേവിക്ക് വേണ്ടി നമ്മൾ ഈ സ്വർഗ്ഗവാതിൽ ഏകാദശി എടുക്കണം. ഗുരുവായൂർ ഏകാദശി കഴിയാത്തവർക്ക് സ്വർഗ്ഗവാതിൽ ഏകാദശി എടുക്കാം. അതിന് ഒന്നുമില്ല. അപ്പോൾ 9-ാം തീയതിയെ വ്രതം തുടങ്ങണം. വ്യാഴാഴ്ചയെ വ്രതം തുടങ്ങുക. ഏകാദശി 10-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ ശനിയാഴ്ച നമ്മൾക്ക് പാരണ സമയമൊന്നും കിട്ടിയിട്ടില്ല. ആ പാരണയൊക്കെ ശനിയാഴ്ച രാവിലെ പോയി പാരണയൊക്കെ വിടാം. എല്ലാവർക്കും സ്വർഗ്ഗവാതിൽ ഏകാദശി എടുക്കാൻ കഴിയട്ടെ എന്ന് പറയുന്നു. ഭഗവാന്റെ രാധാദേവിയുടെ കൃപയാൽ എല്ലാവർക്കും സ്വർഗ്ഗവാതിൽ ഏകാദശി എടുക്കട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ. എൻ്റെ വീഡിയോ ചാനലും എൻ്റെ കഥകളും ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എനിക്കൊന്ന് ലൈക്ക് ചെയ്യുക, കമൻസുകൾ എഴുതുക. തെറ്റാലും ശരിയാലും എല്ലാവരും കമൻസുകളൊക്കെ എഴുതുക. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ പാദാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ.